ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ്. ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ തീരെ അറിയാത്ത ആൾക്കാർക്ക് പോലും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. അതുകൂടാണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലായാലും നിങ്ങൾക്ക് സെയിം ഐ ഷാഡോ ലുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള എഫക്റ്റ് കിട്ടും. ജസ്റ്റ് ഒരു ഇച്ചിരി ആഡ് ഓൺ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഐ ഷാഡോ ലുക്ക് എന്ത് പ്രോഗ്രാമിനായാലും എന്ത് ഡേ ടു ഡേ ലൈഫിലായാലും ഈവൻ ഫംഗ്ഷൻസിനായാലും നിങ്ങൾ ചെയ്തിട്ട് പോകാം. നിങ്ങൾക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന ആഗ്രഹമുണ്ട്, ബട്ട് തീരെ ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ലാസ്റ്റ് വരെ എന്തായാലും കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ യൂസ്ഫുൾ വീഡിയോസ് ഇനിയും ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ വരുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വിചാരിക്കും. നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഡേ ടു ഡേ മേക്കപ്പിൽ ഇപ്പോൾ ഓഫീസ് പോകുന്ന ആൾക്കാരാണെങ്കിലും കോളേജ് പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഐ ഷാഡോ ലുക്ക് കാണിച്ചു തരാം. ക്വിക്കാണ്, സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കാജൽ മാത്രമാണ് വേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ കാജലാണ് കേട്ടോ. ഈ ഐ ഷാഡോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് കണ്ണിൻ്റെ മുകളിൽ ഒന്നും വേണ്ട കേട്ടോ. ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, കൺസീലർ ഇല്ല, ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ ബേസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബേസും ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ണിൻ്റെ മുകളിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു കാജൽ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ വാട്ടർ അപ്പോൾ ലാഷ് ലൈൻ്റെ ക്ലോസ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അങ്ങനെ പെർഫെക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഫിംഗർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ കൈ എടുത്തിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പുറത്തേക്കൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് അവിടെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നല്ലൊരു സ്മഡ്ജ് ലുക്ക് കൊടുക്കുക കേട്ടോ. കണ്ടോ, അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ സ്കിൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ഷാഡോ ലുക്കാണ്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്താൽ ദാറ്റ്സ് ഇറ്റ്, ഗുഡ് ടു ഗോ. നിങ്ങൾക്ക് കോളേജിലോ ഓഫീസ് പോകുന്ന ആൾക്കാരാണെങ്കിലും ഡേ ടു ഡേ പുറത്തേക്ക് പോകാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ നമ്മൾ ആഡ് ഓൺ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് ഈ സൈഡൊന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു കണ്ണൊന്ന് വലിച്ചു പിടിച്ചാൽ സുഖമായിട്ട് നമുക്ക് ലാഷ് ലൈൻ്റെ അടുത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ലുക്ക് കിട്ടല്ലോ. ഇതിനെ ജസ്റ്റ് നമുക്കൊരു ഇച്ചിരി ഒന്ന് എലിവേറ്റ് ചെയ്ത് ട്രഡീഷണൽസിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു മാരേജ് ആണെങ്കിൽ മോർണിംഗ് ടൈം നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആക്കിയിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്ക്വാഡ് ഗോൾസ് എന്ന് പറഞ്ഞൊരു പോപ്പെക്സോ കളക്ഷൻ ആണ്. മൈഗ്ലാം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ 12 ഐ ഷാഡോസ് വരുന്നുണ്ട് കേട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ റേഞ്ചാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു പോപ്പെക്സോ എന്ന് പറഞ്ഞ റേഞ്ച് ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ എന്താ വെച്ചാൽ നല്ല പേ ഓഫ് ആണ്. നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു നല്ലൊരു ഗോൾഡൻ ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഓറഞ്ച് പോലെ തോന്നുന്നു, പക്ഷേ ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത അത് കാജലുണ്ടല്ലോ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീസ് വരെ, നമ്മുടെ ക്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് വരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ അതുവരെയാണ് ക്രീസ് വരുന്നത്. അവിടെ വരെ ജസ്റ്റ് ഞാനിത് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്ലൈ ചെയ്ത ബ്ലാക്ക് കാജലും ആ ബ്രൗൺ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐ ഷാഡോ നന്നായിട്ട് മെർജ് ചെയ്ത് കൊടുക്കുക. ഈ സെയിം ഐ ഷാഡോ തന്നെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലഫി ബ്രഷ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ നമുക്ക് പിന്നെ അധികം ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആ മോളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഐലൈനർ അപ്ലൈ ചെയ്താൽ എനിക്ക് നല്ല വിങ്ഡ് ആയിട്ടുള്ള ലൈനറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ നന്നായിട്ട് വിങ് ആയിട്ട് ലൈനർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി നിങ്ങൾ സാരിയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിങ് ലൈനർ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് മസ്കാര അപ്ലൈ ചെയ്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ലാസ്റ്റായിട്ടൊരു മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് ലാഷസ് അപ്ലൈ ചെയ്യണമെങ്കിൽ മുകളിൽ കൂടെ ലാഷസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ആസ് ഇറ്റ് സോസും നല്ല സൂപ്പർബായിരിക്കും. ഇനി ട്രഡീഷണൽ ലുക്കിൻ്റെ കൂടെ കേട്ടോ. ഇനി ഇതിനെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള റിസപ്ഷൻ ലുക്കൊക്കെ ആണെങ്കിൽ അതിന് എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു മോഡേൺ ആയിട്ടുള്ള ലുക്കിനാണ്. അപ്പോൾ അഗെയിൻ ഞാൻ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിസപ്ഷൻ ലുക്ക് പോലത്തെ ഒരു മോഡേൺ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഡ്രാമ ക്വീൻ എന്ന് പറഞ്ഞൊരു പാലറ്റാണ്. അഗെയിൻ പോപ്പെക്സോ കളക്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതിലത്തെ ഞാൻ ഈ ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ഞാൻ എൻ്റെ ക്രീസ് നേരത്തെ നമ്മൾ ചെയ്ത പോലെ ക്രീസിൻ്റെ അവിടം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അഗെയിൻ ആ ബ്രൗൺ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഐ ഷാഡോമേ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് മെർജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് ഷാഡോ ഉണ്ട്. ഇതിലത്തെ ഈ ബ്ലാക്ക് ഷാഡോ അത് നമ്മൾ സ്മഡ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ കാജൽ. അപ്പോൾ ആ ഭാഗത്ത് ജസ്റ്റ് ഈ ബ്ലാക്ക് വെച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഡാർക്കൺ ആക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ആ ഫസ്റ്റത്തെ പാലറ്റിൽ ഒരു സിൽവർ കളർ ഉണ്ടായിരുന്നു. ആ സിൽവർ കളർ വെച്ചിട്ട് ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്.
പിന്നെ കുറേ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായി സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഹാർഷായിട്ട് നിൽക്കാണ്ട് നോക്കണം. ആ പാലറ്റിൽ തന്നെ ഒരു ബ്ലാക്ക് കളറുണ്ട്. ഇതിൽ ഇച്ചിരി ഷിമ്മർ ആയിട്ടുള്ളൊരു കളറാണ്. നിങ്ങൾക്ക് കാണുന്നൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ഷിമ്മർ ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്. ഇതെടുത്തിട്ട് ഞാൻ ലിഡും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുകളിൽ കൂടെ ഗ്ലിറ്റർ ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലി റിസപ്ഷൻ ലുക്ക് ആകുമ്പോൾ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ്, ജസ്റ്റ് ഒരു മസ്കാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും റിസപ്ഷൻ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള ലുക്കാണ്. ഡെഫിനറ്റ്ലി അത്ര ഓവറായിട്ട് തോന്നില്ല, ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി ഡൂ. നിങ്ങൾക്ക് ഐ ഷാഡോ ലുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് കൊടുക്കുക. അതേപോലെ ഇനി വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.